ഇന്ന് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഇല്ലാതെ തന്നെ പാലും അരിപ്പൊടിയും വെച്ചിട്ട് എങ്ങനെ ഒരു ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ 1/2 ലിറ്റർ പാലിൻ്റെ അളവിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഇനി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാല് നമ്മൾ തിളപ്പിക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ചേർക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിയാൽ മതി. അങ്ങനെ പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിപ്പൊടിൻ്റെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തി എഴുതിയിട്ട് ഇതിന് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. ഈ മഞ്ഞൾപ്പൊടി ചേർത്തി എഴുതിയിട്ട് ഈ പാലിന് മഞ്ഞളിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഏകദേശം ഇത് കുറുകി ഇതുപോലെ ഒന്ന് ടൈറ്റായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫ്രൂട്ട്സുകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും 2 തരം മുന്തിരി ചെറുതായി കട്ട് ചെയ്തതും ഒരു ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഞാനൊരു പൂവൻപഴം കേട്ടോ അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സാണ് വേണ്ടതെങ്കിൽ അത് എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ തയ്യാറാക്കിയ അരിപ്പൊടിയും പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും പാട് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫ്രൂട്ട്സിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നന്നായിട്ട് തന്നെ തണുപ്പിച്ചിട്ട് വേണം കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് അരിപ്പൊടിയും പാലും വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഫ്രൂട്ട് സലാഡ് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.